Dear students, welcome to Sapphire Future Academy Board Booster Series. Today, we are going to discuss about three phylums. First phylum is phylum Mollusca, second Echinodermata, and third Hemichordata. Okay, let's start. Yes, phylum Mollusca. Mollusca is the second largest phylum in animal kingdom. Which is the first largest phylum in animal kingdom? First largest phylum, Arthropoda. What is Arthropoda? Has jointed appendages. Examples, insects. That is the first largest phylum. Here is the second largest phylum, phylum Mollusca. Terrestrial forms are present. These animals are present in land and also seen in aquatic habitat. അപ്പോൾ രണ്ടെണ്ണത്തിലും അത് കാണും, ലാൻഡിലും കാണും, അതുപോലെ തന്നെ അക്വാട്ടിക് ഹാബിറ്റാറ്റിലും കാണും. And the animals are bilaterally symmetrical. What do you mean by bilateral symmetry? A single plane passing through the center divide the organism into two equal halves. Bilateral symmetry, triploblastic. ഓർക്കുന്നുണ്ടല്ലോ, triploblastic. Embryonal germ layers are of three. Which are they? Ectoderm, mesoderm, and endoderm. Then coelomate, having body cavity, and then organ system level of organization. Definite organ system is present. Okay, bilateral symmetry, triploblastic, coelomate, and organ system level of organization. Next point, the body is unsegmented. ആർത്രോപോഡൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ പറഞ്ഞു സെഗ്മെന്റഡ് ബോഡി. മെറ്റാമറിസം പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അനലിഡ, മെറ്റാമറിസം. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എന്താണ്? അൺസെഗ്മെന്റഡ് ബോഡി വിച്ച് ഈസ് കവേർഡ് വിത്ത് എ കൽക്കേറിയസ് ഷെൽ. കൽക്കേറിയസ് ഷെൽ നിങ്ങൾ ഞവണിക്കാനൊക്കെ കണ്ടു കാണും, അതും അല്ലെങ്കിൽ കക്ക, അതിലെല്ലാം തന്നെ കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുള്ള ഷെല്ലുണ്ട്. അതാണ് അൺസെഗ്മെന്റഡ്. ബോഡിക്ക് സെഗ്മെന്റേഷൻ ഇല്ല, ഹാസ് നോ സെഗ്മെന്റേഷൻ ആൻഡ് ഇസ് കവേർഡ് ബൈ കൽക്കേറിയസ്. കൽക്കേറിയസ് മീൻസ് കാൽഷ്യം, കാൽഷ്യം കൊണ്ട് കവർ ചെയ്ത ഒരു ഷെല്ലുണ്ടെന്ന്. ഓക്കെ, ദെൻ ഡിസ്റ്റിങ്ക്ട് ഹെഡ്, muscular foot and visceral hump. Distinct head is present. Muscular foot, foot എന്ന് പറയുന്നത് അത് മസിൽ കൊണ്ടാണ്, muscular foot. Visceral hump, visceral എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ഇന്റേണൽ ഓർഗൻ. വിസറൽ ഹംപ് എന്ന് പറഞ്ഞാൽ എന്താ? there is a hump, അതിനൊരു ഒരു പ്രൊജക്ഷൻ പോലെ ഉണ്ടെന്ന്, അതുകൊണ്ടാണ് ഇവിടെ വിസറൽ ഹംപ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ലുക്ക് ദിസ് ഡയഗ്രാം. ഇത് വരുന്നത് മൊളുസ്കയിലാണ്. നിങ്ങൾ കോമൺ ആയിട്ട് കാണുന്ന ഇതാണ് അതിന്റെ കൽക്കേറിയസ് ഷെൽ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ലോക്കോമോട്ടർ ഓർഗൻ കാണുന്നുണ്ടോ? നോ ലോക്കോമോട്ടർ ഓർഗൻസ് ഇസ് ദേർ. അതിന് പകരം എന്താ ഉള്ളത്? അവിടെ ഉള്ളത് മസിൽസ് ആണ്. അതാണ് മസ്കുലാർ ഫുട്ട്. ഹെഡ് ആണെങ്കിൽ ഡിസ്റ്റിങ്ക്ട് ഹെഡ് ഈസ് പ്രസന്റ്, അതുപോലെ തന്നെ സെൻസറി ഓർഗൻസ് അവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റിങ്ക്ട് ഹെഡ്, മസ്കുലാർ ഫുട്ട് ആൻഡ് വിസറൽ ഹംപ്. നെക്സ്റ്റ് പോയിന്റ്, മാൻഡിൽ. എന്താണ് മാൻഡിൽ? വാട്ട് ഇസ് മാൻഡിൽ? സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ലെയർ ഓഫ് സ്കിൻ. അതിന് പറയുന്ന പേരാണ് സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ലെയർ ഓഫ് സ്കിൻ വിച്ച് ഈസ് പ്രസന്റ്. ആർക്ക് കാണുന്നതാ? മോളുസ്ക, ആൻഡ് ഈസ് കോൾഡ് ആസ് മാൻഡിൽ. സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി സ്കിൻ. ദെൻ മാൻഡിൽ ക്യാവിറ്റി. മാൻഡിൽ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി സ്കിൻ. അപ്പൊ എന്താ ഇവിടെ നോക്കുക? മാൻഡിൽ ക്യാവിറ്റി. Cavity is a space between visceral hump and mantle. അപ്പൊ സപ്പോസ് ഇതാണ് വിസറൽ ഹംപ് എന്ന് വിചാരിക്കുക. ദിസ് ഈസ് എ വിസറൽ ഹംപ്. ഈ വിസറൽ ഹംപിനും അതുപോലെ തന്നെ മാൻഡിൽ, മാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താ? സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ലെയർ ഓഫ് സ്കിൻ ആണ് അല്ലെ? അതിന് മുകളിൽ കാണുന്ന സ്കിൻ ആണ്. ഇതിനും ഇടയ്ക്ക് കാണുന്ന ഈ ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് മാൻഡിൽ ക്യാവിറ്റി. ദ സ്പേസ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ വിസറൽ ഹംപ് ആൻഡ് മാൻഡിൽ. Okay, then next point, respiratory and excretory functions are executed by feather-like gills. Feather-like gills which is present in mantle cavity. അപ്പോ രണ്ട് ഫങ്ഷൻസ് ആണ് ഇവിടെ ഫെദർ ലൈക്ക് ഗിൽസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് റെസ്പിറേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് എക്സ്ക്രീഷൻ. These two are done by എന്താണ്? ഫെദർ ലൈക്ക് ഗിൽസ്. Where does it is present? It is present in mantle cavity.
മാൻഡിൽ ക്യാവിറ്റി അറിയാലോ. മാൻഡിൽ ക്യാവിറ്റിയുടെ അകത്ത് ഫെദർ ലൈക്ക് ഗിൽസ് ഉണ്ട്. ഈ ഫെദർ ലൈക്ക് ഗിൽസ് ആണ് വിച്ച് ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ ആൻഡ് റെസ്പിറേഷൻ. ദെൻ നമ്മൾ പറഞ്ഞു അതിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഹെഡ് ഉണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് ഹെഡ് ഹാസ് സെൻസറി ടെന്റാക്കിൾസ്. ഇതാണ് സെൻസറി ടെന്റാക്കിൾസ്. ഹെഡിന് സെൻസറി സെൻസേഷന് വേണ്ടിയുള്ളതാണ്. സെൻസറി ടെന്റാക്കിൾസ് ആർ പ്രസന്റ്. റാഡ്യൂള, another important point. Radula is a file-like organ. Rasping എന്ന് പറഞ്ഞാൽ ഫീഡിങ്ങിന് വേണ്ടിയുള്ളതാണ്. Radula is a file-like rasping organ help for feeding. ഫീഡിംഗ് എന്ന് പറയുമ്പോൾ അത് എവിടെയുള്ളത്? In the mouth, അല്ലേ? അപ്പൊ file-like rasping organ called as radula that help for എന്തിനു വേണ്ടിയാണ്? ഫീഡിംഗ്. ഒന്നാമത്തെ പറഞ്ഞത് ഹെഡിൽ എന്തുണ്ട്? സെൻസറി ടെന്റാക്കിൾസ് ഉണ്ട്. അതുകൂടാതെ റാഡ്യൂള, ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഹെൽപ്പ് ഫോർ ഫീഡിംഗ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ മൗത്ത്. ഓക്കെ, the next is they are dioecious. Dioecious means unisexual. Male and females are different. And oviparous. Oviparous means egg-laying animals. And indirect എന്ന് പറഞ്ഞാൽ എന്താ? അതിനിടയ്ക്ക് എന്തുണ്ട്? ലാർവൽ സ്റ്റേജസ് ആർ പ്രസന്റ്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഡയോഷ്യസ്, യൂണിസെക്ഷുവൽ, ഓവിപാരസ്, എഗ് ലേയിങ്, ആൻഡ് ഇൻഡയറക്റ്റ് മീൻസ് ലാർവൽ സ്റ്റേജസ് പ്രസന്റ് ആണ്. ഓക്കെ, ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഈ അൺസെഗ്മെന്റഡ് ബോഡി നോട്ട് ചെയ്തോളണം. അതുപോലെ തന്നെ മാൻഡിൽ ക്യാവിറ്റി, പിന്നെ നമ്മൾ ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ എന്ന് പറഞ്ഞില്ലേ, അത്രയും പോയിന്റ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ, ദെൻ എക്സാമ്പിൾ. യെസ്, എക്സാമ്പിൾസ്. ഫസ്റ്റ് വൺ പൈല. പൈല എന്ന് പറഞ്ഞാൽ ആപ്പിൾ സ്നെയിൽ. ഈ ഡയഗ്രം ഒന്ന് നോക്കിയേ. ആപ്പിൾ സ്നെയിൽ, ആ സ്നെയിലിന്റെ പുറമെ ഷെല്ലാണ് ആ കാണിച്ചിരിക്കുന്നത്. ആ ഷെല്ലിന്റെ ഷേപ്പ് എങ്ങനെയാണ്? ആപ്പിൾ ലൈക്ക്. അതുകൊണ്ടാണ് ആപ്പിൾ സ്നെയിൽ. സെക്കൻഡ് വൺ ഒക്ടോപ്പസ്, നമ്മുടെ നീരാളി എന്ന് പറയുന്നത് ഡെവിൾ ഫിഷ്. ഒക്ടോപ്പസ്, ഡെവിൾ ഫിഷ്. ദെൻ തേർഡ് ലോളിഗോ, എഡിബിൾ ആയിട്ടുള്ളതാണ്. ഇതൊക്കെ എഡിബിൾ ആയിട്ടുള്ളതാണ്. ലോളിഗോ, സ്ക്വിഡ് എന്ന് പറയും. ലോളിഗോ, സ്ക്വിഡ്, നമ്മൾ കണവ എന്നൊക്കെ പറയുന്നത് സ്ക്വിഡ്. ദെൻ ടസ്ക് ഷെൽ. ടസ്ക് ഷെൽ എന്ന് പറഞ്ഞാൽ ഡെന്റേലിയം. ആ ഷേപ്പ് നോക്കിയേ, ടസ്ക്, ആനയുടെ കൊമ്പ് പോലെയാണ്. ടസ്ക് ഷെല്ലാണ് ഡെന്റേലിയം. ടസ്ക് ഷെൽ, ഡെന്റേലിയം. ടസ്ക് എന്ന് പറയാൻ കാരണം ആനയുടെ കൊമ്പ് പോലെയാണ്. ദെൻ സെപ്പിയ. സെപ്പിയ എന്ന് പറയുമ്പോൾ അതിനെ കട്ടിൽ ഫിഷ് എന്ന് പറയും. കട്ടിൽ ഫിഷ്, അതിനകത്തൊരു ബോൺ ഉണ്ട്, കട്ടിൽ ബോൺ എന്നൊക്കെ പറയും. കാൽഷ്യം കാർബണേറ്റ് തന്നെയാണ് കട്ടിൽ ഫിഷ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ മഷി തുപ്പുന്ന മത്സ്യം എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. അതാണ് സെപ്പിയ. ദെൻ പിങ്ടാഡ. പിങ്ടാഡ എന്ന് പറഞ്ഞാൽ പേൾ ഓയിസ്റ്റർ. പേൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺ ആണ്, അല്ലെ? ആ പേള് കിട്ടുന്നത് പിങ്ടാഡ, ഇതിൽ നിന്നുമാണ് പേള് കിട്ടുന്നത്. Then last കീറ്റോപ്ലിയൂറ. കീറ്റോപ്ലിയൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കൈറ്റൻ എന്ന് പറയും. അതിന്റെ പുറമെ നോക്കുക, അതിന്റെ പുറമെ എന്തുണ്ട്? ഒരു ഷെല്ലുണ്ട്. കീറ്റോപ്ലിയൂറ, കൈറ്റൻ. ദെൻ അപ്ലീഷ്യ. ഈ കാണിച്ചിരിക്കുന്നതാണ് അപ്ലീഷ്യ. അപ്ലീഷ്യ എന്ന് പറയുന്നത് സീ ഹെയർ. സീ ഹെയർ, കടലിലെ മുയലാണെന്ന് സീ ഹെയർ. ദീസ് ആർ ദി എക്സാമ്പിൾ. എക്സാമ്പിൾ പഠിക്കുമ്പോൾ അതിന്റെ സയന്റിഫിക് നെയിമും കോമൺ നെയിമും രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, രണ്ടും പഠിച്ചോളാം. These are the examples. ഏത് ഫാമിലിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഫൈലം മോളുസ്ക. ഓക്കെ, once again പൈല, ആപ്പിൾ സ്നെയിൽ, ഒക്ടോപ്പസ്, ഡെവിൾ ഫിഷ്, ലോളിഗോ, സ്ക്വിഡ്, സെപ്പിയ, കട്ടിൽ ഫിഷ്, പിങ്ടാഡ, പേൾ ഓയിസ്റ്റർ, അപ്ലീഷ്യ, സീ ഹെയർ, ഡെന്റേലിയം, ടസ്ക് ഷെൽ and Chaetopleura chitin. Okay, then next phylum. Next one is phylum Echinodermata. Echinus എന്ന് പറഞ്ഞാൽ സ്പൈനി. ഡെർമേറ്റ, ഡെർമ എന്ന് പറഞ്ഞാൽ സ്കിൻ ആണ്. അപ്പൊ അവരുടെ സ്കിൻ എങ്ങനെ ഇരിക്കും? സ്പൈനി ആയിട്ടുള്ള സ്കിൻ ആണ്. അതുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നത്. അവിടെ ഫസ്റ്റ് പോയിന്റ് നോക്കുക, സ്പൈനി ബോഡീഡ് ഓർഗാനിസം വിത്ത് എൻഡോസ്കെലിറ്റൻ. എൻഡോസ്കെലിറ്റൻ ബോഡിയുടെ അകത്ത്. എൻഡോസ്കെലിറ്റൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൽക്കേറിയസ്, കാൽഷ്യം കൊണ്ടുള്ള ഓസിക്കിൾസ് ആണ്. അപ്പൊ എക്കൈനോഡെർമേറ്റ, സ്പൈനി സ്കിൻ. ഈ സ്പൈനി സ്കിന്നില് അതിന്റെ ബോഡിയുടെ അകത്ത് എന്തുണ്ട്? എൻഡോസ്കെലിറ്റൻ. അതെങ്ങനെയാണ്? കാൽഷ്യം കൊണ്ടാണ്. കൽക്കേറിയസ് ഓസിക്കിൾ.
ഓക്കെ, സെക്കൻഡ് പോയിന്റ് ഇതാണ്. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞു ഇവര് ഈ റേഡിയൽ സിമെട്രിയും അതുപോലെ തന്നെ ബൈലാറ്ററൽ സിമെട്രിയും, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്. അതുപോലെ ഇവിടെ നോക്കിയേ, they are exclusively marine which is present only in marine. മറൈൻ ആയിട്ടുള്ള ഹാബിറ്റാറ്റിൽ മാത്രമേ ഇവർ കാണുള്ളൂ. അതുകൊണ്ട് എക്സ്ക്ലൂസീവ്ലി മറൈൻ. ദെൻ റേഡിയൽ സിമെട്രിക്കൽ ഇൻ അഡൽട്ട്. ഇവരുടെ അഡൽട്ട് റേഡിയൽ സിമെട്രിയും അതുപോലെ തന്നെ അതിന്റെ ലാർവ എന്ന് പറയുന്നത് ബൈലാറ്ററൽ സിമെട്രിയുമാണ്. അഡൽട്ട് ഈസ് റേഡിയൽ സിമെട്രി ആൻഡ് ലാർവ ബൈലാറ്ററൽ സിമെട്രി. കണ്ടോ, അതുകൊണ്ടാണ് രണ്ട് സിമെട്രി ഇവിടെ എഴുതിയിരിക്കുന്നത്. Radial symmetry in adult but bilateral symmetry in larval stages. Organ system level യാതൊരു സംശയവും വേണ്ട, ഇനി എല്ലാം തന്നെ ഓർഗൻ സിസ്റ്റം ലെവൽ ആയിരിക്കും അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? ഫൈലം അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. Triploblastic, 3 germ layers are present. Coelomate, coelom, body cavity ഇവിടെയുണ്ട്. മൗത്ത് ഈസ് പ്രസന്റ് ഓൺ വെൻട്രൽ സൈഡ്. വെൻട്രൽ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ വരികയാണെങ്കിൽ ഇതാണ് ഡോർസൽ, ഇതാണ് വെൻട്രൽ എന്ന് പറയുന്നത്. നമുക്കറിയാം സ്റ്റാർ ഫിഷ് എങ്ങനെ ഇരിക്കുന്നത്, അതിന്റെ ഡോർസൽ സൈഡ്, വെൻട്രൽ സൈഡ്. അപ്പൊ മൗത്ത് കാണുന്നത് എവിടെയാണ്? വെൻട്രൽ സൈഡ്. ആൻഡ് എയ്നസ്, അവരുടെ എക്സ്ക്രീറ്ററി പോർ, എയ്നസ് ഈസ് പ്രസന്റ് ഓൺ മൗത്ത്. വെൻട്രൽ ആണെങ്കിൽ എയ്നസ് എവിടെയായിരിക്കും? എയ്നസ് ഡോർസൽ സൈഡ്. അപ്പോ മൗത്ത് വെൻട്രലിലും എയ്നസ് ഡോർസലിലുമാണ്. Then the characteristic feature of the echinoderm is the presence of water vascular cavity. Water vascular cavity. നമ്മൾ ഒരു വാട്ടർ കനാൽ സിസ്റ്റം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇവിടെ വാട്ടർ വാസ്കുലാർ സിസ്റ്റം, നോട്ട് കാവിറ്റി, വാട്ടർ വാസ്കുലർ സിസ്റ്റം. നമ്മളൊരു വാട്ടർ കനാൽ സിസ്റ്റം ഓർ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു. Water vascular system is present in echinoderms, but water canal system is present in which phylum? Phylum, ഏറ്റവും ഫസ്റ്റ് ഫൈലം ഏതായിരുന്നു? ഫൈലം പോരിഫെറ. അത് തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. വാട്ടർ വാസ്കുലർ സിസ്റ്റം is present in echinodermata and water canal system is present in porifera. അതിന്റെ ഫംഗ്ഷൻ എന്താ നോക്കിയേ? which help for feeding, ലോക്കമോഷൻ ആൻഡ് റെസ്പിറേഷൻ. 3 ഫംഗ്ഷൻ ആണ്. ഫീഡിങ്ങിന് വേണ്ടിയും അത് തന്നെയാണ്, ലോക്കമോഷൻ അവരുടെ മൂവ്മെന്റിനും അത് തന്നെയാണ്, അതോടൊപ്പം തന്നെ റെസ്പിറേഷൻ. 3 ഫംഗ്ഷൻസ് ചെയ്യുന്നത് വാട്ടർ വാസ്കുലർ സിസ്റ്റം. ദെൻ നെക്സ്റ്റ് ഈസ് എക്സ്ക്രീറ്ററി സിസ്റ്റം ഈസ് ആബ്സെന്റ്. എക്സ്ക്രീറ്ററി ഏനസ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഇവിടെ സിസ്റ്റം ഈസ് ആബ്സെന്റ്. എക്സ്ക്രീറ്ററി സിസ്റ്റം ഈസ് ആബ്സെന്റ്. ദെൻ ഇറ്റ് ഈസ് ഡയോഷ്യസ്. ഡയോഷ്യസ് അറിയാലോ, യൂണിസെക്ഷുവൽ. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, പുറമെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലാർവൽ സ്റ്റേജസ് പ്രസന്റ് ആണ്. ഓക്കെ, ഡയോഷ്യസ്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ വിത്ത് ഡയറക്റ്റ് ഡെവലപ്മെന്റ്. ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്നത് സ്റ്റാർ ഫിഷ് ആണ്. സ്റ്റാർ ഫിഷ്, അതിന്റെ ബോഡി നോക്കിക്കഴിഞ്ഞാൽ അറിയാം മുഴുവൻ സ്പൈൻസ് ആണ്. ഇത് കാണാം അവരുടെ ഡോർസൽ സൈഡ്, അതിന്റെ അടിയിലാണ് ഇതിന്റെ വെൻട്രൽ സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അതിന്റെ കോമൺ ആയിട്ട് ഒരു എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാർ ഫിഷ്, അസ്റ്റേറിയാസ് എന്ന് പറയും. ഓക്കെ, അപ്പോ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഒന്നാമത്തത് എക്സ്ക്ലൂസീവ്ലി മറൈൻ എന്ന് പറഞ്ഞാൽ ഇവരാണ്. അതുപോലെ തന്നെ സ്പൈനി ബോഡിയാണ്. അതിന്റെ സിമ്മട്രി 2 സ്റ്റേജസിൽ 2 തരത്തിൽ സിമ്മട്രിയാണ്, അഡൽറ്റിനും ലാർവയ്ക്കും, പിന്നെ ഇവരുടെ വാട്ടർ വാസ്കുലർ സിസ്റ്റം. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. യെസ്, നോക്കുക എക്സാമ്പിൾസ്. അസ്റ്റേറിയാസ്, നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ കണ്ടില്ല, അസ്റ്റേറിയ സ്റ്റാർ ഫിഷ്. ദെൻ ഒഫ്യൂറ, ഇത് കാണിച്ചിരിക്കുന്നതാണ് ഒഫ്യൂറ എന്ന് പറഞ്ഞ ബ്രിട്ടിൽ സ്റ്റാർ. ബ്രിട്ടിൽ സ്റ്റാർ. ദെൻ ആന്റിഡോൺ, ഡയഗ്രാം കാണുമ്പോൾ തന്നെ ഈ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം, സീ ലിലി അല്ലേ? അതിന്റെ ബ്യൂട്ടിഫുൾ നോക്കിയാൽ ശരിക്കും ഒരു ഫ്ലവർ പോലെ തന്നെ, സീ ലിലി. ആന്റിഡോൺ, സീ ലിലി. ദെൻ നെക്സ്റ്റ് ഇവിടെ നോക്കുക, എക്കൈനസ്, സീ ഏർച്ചിൻ. എക്കൈനസ്, സീ ഏർച്ചിൻ. ദെൻ കുക്കുമാറിയ, കുക്കുമാറിയ എന്ന് പറയുന്നത് സീ കുക്കുംബർ. അപ്പോ ഇവിടെ ആ സി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നോക്കിയേ, അവിടെ സീ ലില്ലി, സീ ഏർച്ചിൻ, സീ കുക്കുംബർ. ആന്റിഡോൺ, സീ ലില്ലി. എക്കൈനസ്, സീ ഏർച്ചിൻ. സീ കുക്കുംബർ എന്ന് പറയുന്നത് കുക്കുമാറിയ. ഇതിന്റെ കോമൺ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റാർ ഫിഷ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫൈലം.
യെസ്, ഫൈലം ഹെമികോഡേറ്റ. ഹെമികോഡേറ്റ, ആ പേര് നോക്കിയ ഹെമികോഡേറ്റ. അവർ പകുതി കോർഡേറ്റയാണ്, പക്ഷെ അവരെന്ത് തന്നെയാണ്? നോൺ കോർഡേറ്റ് തന്നെയാണ്. ഹെമികോഡേറ്റ ഇവര് റെപ്രസെന്റ് എ സ്മോൾ ഗ്രൂപ്പ്. ഇവർക്ക് ഒരുപാട് ഓർഗാനിസംസ് സ്പീഷീസ് ഒന്നും ഇല്ലാന്ന്. സ്മോൾ ഗ്രൂപ്പ് ഓഫ് വേം ലൈക്ക് ഓർഗാനിസം. ആ ഡയഗ്രം നോക്കുക. വേം ലൈക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആഷ് ഹെൽമിത്തിനെ പോലെയൊക്കെ തോന്നും. അതുകൊണ്ടാണ് വേം ലൈക്ക് ഓർഗാനിസം എന്ന് പറഞ്ഞിരിക്കുന്നത്. Then was early placed as subphylum of phylum Chordata. ഇതേ ആദ്യ കാലങ്ങളിൽ ഇവരെ ഫൈലം കോഡേറ്റയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പൊ അത് എന്താണ്? ഇപ്പൊ അത് വന്നിരിക്കുന്നത് നോൺ കോഡേറ്റയിൽ തന്നെയാണ്. നോൺ കോഡേറ്റയിൽ ഹെമി കോഡേറ്റ എന്ന് പറഞ്ഞിട്ടാണ്. Then bilateral symmetry, triploblastic, coelomate, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എല്ലാം സെയിം തന്നെയാണ്. ബൈലാറ്ററൽ സിമെട്രി ആണ്, ബോഡി ക്യാവിറ്റി ഉണ്ട്, സീലം എന്താണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, അതുപോലെ തന്നെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അടുത്ത നോക്കുക, ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പ്രസൻസ് ഓഫ് സ്റ്റോമോകോഡ്. സ്റ്റോമോകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്ക് ഒരു റുഡിമെന്ററി എന്ന് പറഞ്ഞാൽ ഫങ്ഷൻലെസ് എന്നാണ്. റുഡിമെന്ററി സ്ട്രക്ചർ ഇൻ കോളർ റീജിയൻ. ഇവരുടെ കോളർ റീജിയനിൽ കാണുന്ന റുഡിമെന്ററി സ്ട്രക്ചർ ആണ് ഈ സ്റ്റോമോകോഡ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് സിമിലർ ടു, അതിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ടു നോട്ടോകോഡ് ആണ്. പക്ഷെ നോട്ടോകോഡ് എന്നല്ല ഇവിടെ പറയുന്ന പേര് സ്റ്റോമോകോഡ് എന്നാണ്. അപ്പൊ സ്റ്റോമോകോഡ് എന്ന് പറയുന്നത് ഫൈലം ഹെമികോഡേറ്റ്സിന് മാത്രമുള്ളതാണ്. ഇനി ബോഡി വേംലേക്ക് ആണല്ലോ ഞാൻ പറഞ്ഞു. അപ്പൊ ആഷ് ഹെൽമിന്തസ് പോലെയാണെന്ന് പറഞ്ഞു. ആണ് സിലിണ്ടറിക്കൽ ബോഡി വിത്ത് പ്രബോസിസ്. 3 റീജിയൻസ് ആണ്. പ്രബോസിസ്, അതുപോലെ തന്നെ എന്താണ് കോളർ ആൻഡ് എ ലോങ് ട്രങ്ക്. പ്രബോസിസ് എന്ന് പറയുന്നത് ഇവരുടെ ഈ ഭാഗമാണ് പ്രബോസിസ്. ഇതാണ് കോളർ, ഇതാണ് ലോങ് ട്രങ്ക്. 3 റീജിയൻസ്: പ്രബോസിസ്, കോളർ ആൻഡ് ലോങ് ട്രങ്ക്. ഇനി റെസ്പിറേഷൻ ബൈ ഗിൽസ്. റെസ്പിറേറ്ററി ഓർഗൻ, റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഗിൽസ് വഴിയാണ്. എക്സ്ക്രീഷൻ ബൈ പ്രബോസിസ് ഗ്ലാൻഡ്. പ്രബോസിസ് എന്ന് പറയുന്ന റീജിയൻ അല്ലേ പ്രബോസിസ് ഗ്ലാൻഡ്. എക്സ്ക്രീഷൻ നടക്കുന്നത് പ്രബോസിസ് ഗ്ലാൻഡ് വഴിയാണ്. റെസ്പിറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഗിൽസ് വഴിയാണ്. Then circulatory system is present but it is open type. ഓപ്പൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് വെസൽസ് അവിടെ ഇല്ല. ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ. ഡയോഷ്യസ് അല്ലെ, യൂണിസെക്ഷൽ ആണ് ഡയോഷ്യസ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, എക്സ്റ്റേണൽ പുറമെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലാർവൽ സ്റ്റേജസ് ആർ പ്രസന്റ്. Then example ബെലാനോഗ്ലോസസ്, സാക്കോഗ്ലോസസ്. ബെലാനോഗ്ലോസസ് ആൻഡ് സാക്കോഗ്ലോസസ്. ആ 2 ഡയഗ്രാം അവിടെ കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞു വളരെ കുറച്ച് മെമ്പേഴ്സ് മാത്രമേ ഇതിനകത്തുള്ളൂ. അതിനകത്ത് സാക്കോഗ്ലോസസ് ഇതാണ്, ബെലാനോഗ്ലോസസ് ഇതാണ്. നോക്കിക്കഴിഞ്ഞാൽ 2 ഏകദേശം വേംസ് പോലെ തോന്നും. അതുപോലെ തന്നെ അതിനുള്ള റീജിയൻസ് ഞാൻ കാണിച്ചു തന്നു. ഈ കാണിച്ചിരിക്കുന്ന പ്രബോസിസ് അല്ലെ, പ്രബോസിസ്, അതുപോലെ തന്നെ കോളർ, പിന്നെ അതിന്റെ വേം ലൈക്ക് ആ ബോഡിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ ഫൈലമാണ് ഈ പറയുന്ന ഹെമികോഡേറ്റ. ഓക്കെ. Okay, thank you. See you again on next class.